ഉരുളക്കിഴങ്ങ് കൊണ്ട് ദാ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി കുട്ടീസിന് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ അവർ നിങ്ങളുടെ പുറകേന്ന് മാറില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറയും. അത്രയ്ക്ക് ടേസ്റ്റ് ചെയ്യണം. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇന്നത്തെ ഇത്. അപ്പൊ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോളൂ, ഉറപ്പായിട്ടും ആവശ്യം വരും. അതിനായിട്ട് മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലി കളഞ്ഞ് നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഒരു രീതിക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് വലിപ്പം കൂടിയും കുറഞ്ഞും ഒന്നും പോകരുത്. ഏകദേശം ഒരേ വലിപ്പത്തിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പ്ലേറ്റ് നിറയെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ 2-3 തവണ നന്നായിട്ട് ഒന്നുകൂടെ കഴുകി വെള്ളമൊക്കെ ശരിക്കും ഒന്നുകൂടെ ഒരു ടവലിൽ തുടച്ച് കളഞ്ഞും കൂടി നമുക്ക് എടുക്കാവേ. വെള്ളത്തെ പാട് വെക്കരുത് കേട്ടോ. വെള്ളം ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും അതേപോലെ തന്നെ കളറിനും എരിവിനും വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസും നല്ല കട്ടിയല്ലാത്ത ഈ ഒരു പരുവത്തിന് മാവൊന്ന് റെഡിയാക്കി എടുക്കാം. കട്ടി കൂടി പോവാതെയും കട്ടി കുറഞ്ഞു പോവാതെയും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഓരോന്നും മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് ഒന്നും കൂടി കോട്ടാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതേപോലെ നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് 2 വശം ഒന്നും കൂടി ഫ്രൈ ആക്കി കൂടി എടുക്കാം കേട്ടോ. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി. കളറൊക്കെ ഒന്നും കൂടെ മാറി നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് കോരിയെടുത്ത് ചെറു ചൂടോടുകൂടി ചൂട് ചായയുടെയും സോസിന്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇതേപോലെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണം.